ശംഭോ മഹാദേവ. ഇന്ന് മഹാശിവരാത്രിയാണ്. ശിവരാത്രി വ്രതത്തെക്കുറിച്ചും ശിവരാത്രിയുടെ ഐതിഹ്യങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം എല്ലാവരും കേട്ട് പഠിച്ചിട്ടുണ്ടാവും. പാലാഴി മഥനത്തെക്കുറിച്ചോ അതൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം എല്ലാവർക്കും തന്നെ സുപരിചിതമായ കഥകളാണ്. പക്ഷെ കഥകളല്ല, യാഥാർത്ഥ്യത്തിൽ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത്. അവർ ശിവരാത്രിയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു നേരം ഭക്ഷണമൊക്കെ കഴിക്കാതെയും കഴിച്ചും അതിനോടൊക്കെ മല്ലിട്ട് തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അങ്ങ് പോവുക. എന്നിട്ട് ശിവരാത്രി മണപ്പുറത്തോ അതുപോലുള്ള സ്ഥലത്ത് പോയിട്ട് പ്രൊഫഷണലായ കുറേ പൂജകന്മാർ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് തുള്ളുന്ന പാവകളായി മാറി. അത് കഴിഞ്ഞിട്ട് തുള്ളിക്കളിച്ച് വീട്ടിലേക്ക് പോവുക. സത്യത്തിൽ അങ്ങനെ ശിവരാത്രി ആചരിച്ചിട്ട് എന്താണ് കാര്യം? എല്ലാവരും ചെയ്യേണ്ടത് അന്നേ ദിവസം ഫുള്ളായിട്ട് രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെ ഉറക്കമൊഴിഞ്ഞ് പഞ്ചാക്ഷരി ജപിക്കുകയാണ് വേണ്ടത്. പഞ്ചാക്ഷരി ജപം കൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇഹജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സർവ്വപാപങ്ങളിൽ നിന്ന് മോചനം തരാനായിട്ട് പഞ്ചാക്ഷരി നാമജപം അല്ലാതെ മറ്റൊന്നും പരിഹാരമല്ല.